യൂത്ത് കോൺഗ്രസുകാരെ ആക്രമിച്ച കേസിൽ ഒടുവിൽ ഗൺമാനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട്. ഇല്ല, ഇത് എത്രയോ ദിവസം മുമ്പാണ്. ഒരു മിനിറ്റ് മൈക്രോൺ വന്നു. എത്രയോ ദിവസം മുമ്പാണ് മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവുണ്ടായത് അവർക്കെതിരെ കേസെടുക്കണമെന്ന്. അത്ര ദിവസമായിട്ടും ഇവര് പോലീസിന് മുമ്പിൽ ഹാജരാകാതെ നടക്കുക. മുഖ്യമന്ത്രിയുടെ കൂടെ പരസ്യമായിട്ട് ഇവർ നടക്കുക. ഇത് നിയമവ്യവസ്ഥിതിയെ വെല്ലുവിളിക്കുകയാണ്. രണ്ട് ഗൺമാന്മാർ മുഖ്യമന്ത്രിയുടെ ഇടത്തുഭാഗത്തും വലത്തുഭാഗത്തും നിന്നുകൊണ്ട് നമ്മുടെ നാട്ടിൽ നീതിന്യായം ഉറപ്പുവരുത്തേണ്ട മുഖ്യമന്ത്രിയുടെ ഇടതുഭാഗത്തും വലതുഭാഗത്തും നിന്ന് നീതിന്യായ സംവിധാനത്തെ ഈ രണ്ടുപേരും വെല്ലുവിളിക്കുകയാണ്. അവർ വരുമെന്ന് നോക്കാം. ഒരു കാരണവശാലും അവരെ ആരെയും വെറുതെ വിടില്ല. കാരണം അവർ ചെയ്ത ക്രൂരതയ്ക്കും നിയമവിരുദ്ധമായ നടപടികൾക്കും നിയമപരമായി ഞങ്ങൾ പോരാടും എന്ന് പറഞ്ഞാണ്. നിയമപരമായി അവരുടെ പുറകെ ഞങ്ങളുണ്ട്. ഒരു കാരണവശാലും വെറുതെ വിടില്ല. അത്ര ക്രൂരതയാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാന്മാരായിരുന്നുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ അവർ നടത്തിയത്. ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും വിടില്ല. ഞങ്ങൾ നോക്കുകയാണ്. നീതിന്യായ വ്യവസ്ഥിതിയെ അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ വീണ്ടും കോടതിയെ ഞങ്ങൾ സമീപിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കും. നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നത് ഇത് തന്നെയല്ലേ. അപ്പൊ രണ്ട് ആത്മഹത്യകളാണ് നമ്മുടെ സംസ്ഥാനത്തുണ്ടായത്. ഒന്ന് മാവേലിക്കര കൊല്ലത്ത് പറവൂർ ഒരു APP ആത്മഹത്യ ചെയ്തു. അവരുടെ ആത്മഹത്യാ കുറിപ്പിലും അവരെ സുഹൃത്തുക്കൾക്കയച്ച ശബ്ദ സന്ദേശത്തിലും എങ്ങനെയാണ് നീതിന്യായ സംവിധാനത്തെ അട്ടിമറിക്കുന്നത് എന്നത് വളരെ വ്യക്തമാണ്. അവരോട് സത്യസന്ധമായി കാര്യങ്ങൾ ചെയ്ത അവരോട് പറഞ്ഞിരിക്കുന്നത് അവരോട് രാജിവെച്ച് വീട്ടിലിരിക്കാനാണ്, അല്ലെങ്കിൽ ലീവ് എടുത്ത് വീട്ടിൽ പോകാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ കേസുകൾ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അവിടെയുള്ള പ്രോസിക്യൂഷൻ സംവിധാനം എന്ന് പറയുന്നത് അട്ടിമറിക്കുകയാണ്. എന്നിട്ട് ഞങ്ങളാണ് സംസ്ഥാനം ഭരിക്കുന്നത്, ഞങ്ങളുടെ പാർട്ടിയാണ് ഭരിക്കുന്നത്, മര്യാദയ്ക്ക് പോകാൻ അവരോട് പറയുന്നത്. അപ്പൊ ഈ അധികാരം, ഈ തുടർഭരണം എത്രമാത്രം CPMന്റെ സംവിധാനങ്ങളെ ദുഷിപ്പിച്ചിരിക്കുന്നു, ജീർണിപ്പിച്ചിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒരു സ്ത്രീയായ ഒരു APPക്ക് നീതിന്യായം നടപ്പാക്കുന്നതിന് വേണ്ടി നടത്തിയ ശ്രമത്തിന്റെ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. ഞങ്ങളുടെ പാർട്ടിക്കാരിലൂടെ ഭരിക്കണം, മര്യാദയ്ക്ക് പോകണം. ഇത് കേരളത്തോടുള്ള വെല്ലുവിളിയാണ്. ഞങ്ങളുടെ പാർട്ടിക്കാരിലൂടെ ഭരിക്കുമ്പോൾ നീതിക്കും ന്യായത്തിനും ഒന്നും ഒരു വിലയുമില്ല, ഒരു സ്ഥാനവുമില്ല എന്നുള്ള പ്രഖ്യാപനം. രണ്ടാമത്തത് കോഴിക്കോട് ചക്കിട്ടപ്പാറയിലാണ് 5 മാസമായി സാമൂഹ്യ സുരക്ഷ പെൻഷൻ കിട്ടാത്തതിന്റെ പേരിൽ ഭിന്നശേഷിക്കാരനായ ഒരാളാണ്, മകളും ഭിന്നശേഷിക്കാരിയാണ്. അവരെ ആത്മഹത്യ ചെയ്തു. അതൊരു വളരെ ദയനീയമായ ഒരു കാഴ്ചയാണ്. നമുക്കറിയാം, അടിമാലിയിലെ മറിയച്ചേടത്തി മരുന്ന് വാങ്ങിക്കാൻ പണമില്ലാതെ പിച്ച ചട്ടിയുമായി റോട്ടിലിറങ്ങിയപ്പോൾ അവരെ പരിഹസിച്ചു. 86 വയസ്സുകാരിയായ അവരെ CPM സൈബർ സംഘങ്ങൾ കടന്നാക്രമിച്ചു. CPM നേതാക്കളും അവരുടെ മുഖപത്രവും കടന്നാക്രമിച്ചു അവരെ. ഇപ്പോഴോ ഈ ആത്മഹത്യ ചെയ്ത ഈ ഭിന്നശേഷിക്കാരനെ അവരെ ആക്രമിക്കാൻ പോവുകയാണ്. ഇത് കേരളത്തിലെ ലക്ഷക്കണക്കിന് മനുഷ്യർ പെൻഷൻ കിട്ടാതെ, ആനുകൂല്യങ്ങൾ കിട്ടാതെ, മരുന്ന് വാങ്ങിക്കാൻ പണമില്ലാതെ, ജീവിക്കാൻ നിവൃത്തിയില്ലാതെ കഷ്ടപ്പെടുകയാണ്. ഈ ദുരന്തമാണ് ഈ സർക്കാർ ജനങ്ങൾക്ക് സമ്മാനിച്ചിരിക്കുന്ന ദുരന്തമാണ്. ആ ദുരന്തം ഇവരുടെ അധികാരത്തിന്റെ ധാർഷ്ട്യം ഒരു വശത്ത്, മറുവശത്ത് ഇവരുടെ കെടുകാര്യസ്ഥത. ചില ധനകാര്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് BJPയുമായി ചേർന്നുകൊണ്ട് പ്രതിപക്ഷം നിൽക്കുന്നുവെന്നാണ്. ഈ ധനകാര്യമന്ത്രി ഉൾപ്പെടെയുള്ള ഈ ഭരണകൂടമാണ് കേരളത്തെ ഈ വിധം നാനാവിധമാക്കി മാറ്റിയത്, കേരളത്തെ തകർത്ത് തരിപ്പണമാക്കിയത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇല്ല, അതുപോലെ നമ്മുടെ സാമൂഹ്യക്ഷേമ പരിപാടികൾ മുഴുവൻ നിർത്തലാക്കപ്പെട്ടു, വികസന പദ്ധതികൾ മുഴുവൻ നിർത്തലാക്കപ്പെട്ടു. എല്ലാം സംസ്ഥാനത്ത് സ്തംഭിച്ചിരിക്കുന്ന അപകടകരമായ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇവർ ഈ നവകേരള സദസ്സ് തുടങ്ങിയതിനു ശേഷം 4 കർഷകർ ആത്മഹത്യ ചെയ്തു. നെൽകർഷകർ 4 നെൽകർഷകർക്ക് പണം കിട്ടുന്നില്ല, നെല്ലിന്റെ പണം കിട്ടിയിട്ടില്ല. എല്ലാ കാർഷിക മേഖലയിലും വലിയ ദുരന്തങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാർഷിക മേഖല മുഴുവൻ വലിയ കടുത്ത പ്രതിസന്ധിയെ നേരിടുകയാണ്. എത്ര കർഷകർ ആത്മഹത്യ ചെയ്തു? വനാതിർത്തികളിൽ വന്യമൃഗങ്ങളുമായി ഏറ്റുമുട്ടുകയാണ് മനുഷ്യൻ, കൃഷിക്കാർ. അവിടെ നോക്കാൻ, അവരെ സംരക്ഷിക്കാൻ, അവരെ ചേർത്ത് പിടിക്കാൻ ഒന്നും സർക്കാരില്ല. സർക്കാരിന്റെ ഒരു പ്രസൻസ് ഒരു സ്ഥലത്തും ഇല്ല. ദുർഭരണമാണ് നടക്കുന്നത്. ഗുഡ് ഗവേണൻസ്, സദ്ഭരണം നടക്കേണ്ട സ്ഥലത്ത് ദുർഭരണമാണ് സംസ്ഥാനത്ത് നടക്കുന്നത്. ഈ സർക്കാരിന്റെ മുഖമുദ്ര എന്ന് പറയുന്നത് ദുർഭരണമാണ്. ആ ദുർഭരണമാണ് ഈ ആത്മഹത്യകൾ ഉണ്ടാക്കി വയ്ക്കുന്ന സംസ്ഥാനം. അധികാരം മറ്റുള്ളവരുടെ മീതെ അടിച്ചേൽപ്പിക്കാൻ ഒരു വശത്ത് ശ്രമിക്കുകയും പിൻവാതിൽ നിയമനങ്ങൾ നടത്തുകയും സ്വന്തം അണികൾക്ക് വേണ്ടി എന്തു വൃത്തികേടുകൾ കാണിക്കാൻ കൂട്ടുനിൽക്കുകയും ചെയ്യുന്ന സർക്കാർ.
അതിന്റെ പരിണത ഫലമാണ് ഇന്നത്തെ ഈ രണ്ട് സംഭവങ്ങളും എന്ന് പ്രത്യേകം പരാമർശിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ചെറ്റപ്പാറയിലെ ജോസഫിന്റെ ആത്മഹത്യയിൽ ഒരു തരത്തിലും ഒരു മന്ത്രി പോലും ഇതുവരെ പ്രതികരിച്ചില്ല എന്നുള്ളൊരു, അപ്പോൾ അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനാണ്, ഇതൊരു രാഷ്ട്രീയ നീക്കത്തിന് വേണ്ടിയിട്ടുള്ളതാണ് അവിടുത്തെ CPM പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത്. കോൺഗ്രസ്സുകാരനായതുകൊണ്ട് സർക്കാരിനെ പ്രതികൂട്ടിലാക്കാൻ അയാൾ ആത്മഹത്യ ചെയ്തു എന്നും കൂടി പറയാത്തത് നമ്മുടെ ഭാഗ്യം. ഈ സർക്കാരിനെ പ്രതികൂട്ടിലാക്കാൻ വേണ്ടി ഒരു കോൺഗ്രസ്സുകാരൻ അതിനാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തെന്ന് കൂടി ഈ പഞ്ചായത്ത് പ്രസിഡന്റ് പറയാത്തത് നമ്മുടെ ഭാഗ്യം. നിയമസഭാ സമ്മേളനം അടുത്തുണ്ടോ? നിയമസഭയിൽ ഞങ്ങൾ കഴിഞ്ഞ ഒരു മാസത്തിലധികമായി വിചാരണ സദസ്സുകൾ നടത്തുകയാണ്. എല്ലാ നിയോജക മണ്ഡലങ്ങളിലും സർക്കാരിനെതിരായി ഉള്ള ഒരു കുറ്റപത്രം ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചു കഴിഞ്ഞു. അത് ഏറ്റവും സമഗ്രമായി ഞങ്ങൾ നിയമസഭയിൽ കൊണ്ടുവരും. ഈ സർക്കാരിനെ തലനാരിഴകീറി അവരുടെ നടപടികളെല്ലാം പരിശോധിച്ച് ഇവരുടെ പൊയ്മുഖം ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാട്ടും. ഈ സർക്കാർ ഈ സംസ്ഥാനത്തെ എവിടെ എത്തിച്ചിരിക്കുന്നു എന്ന് ഉദാഹരണങ്ങൾ സഹിതം ഞങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊടുക്കുക. അതിൽ നിയമസഭയിൽ കിട്ടുന്ന മുഴുവൻ അവസരങ്ങളും ഞങ്ങൾ പ്രയോജനം. ഓരോരുത്തരും വ്യക്തിപരമായ അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. കോൺഗ്രസ് പാർട്ടി ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. മതത്തെ BJPയും സംഘപരിവാറും രാഷ്ട്രീയമായി കൂട്ടിക്കലർത്തും. അതുകൊണ്ട് കോൺഗ്രസ് നേതാക്കന്മാർ കിട്ടിയ ക്ഷണം അവർ നിരസിക്കുന്നു, അവർ പങ്കെടുക്കുന്നില്ല. മതപരമായ വിശ്വാസം ആർക്കും അതിലൊന്നും യാതൊരു കുഴപ്പമില്ല. ഞങ്ങളൊക്കെ ക്ഷേത്രത്തിൽ പോകുന്ന ആളാണ്. അത് പരസ്യമാക്കാറില്ല എന്ന് മാത്രം, അത് വിൽക്കാൻ വയ്ക്കാറില്ല. ക്ഷേത്രത്തിൽ പോകുന്നത് വിൽപ്പനയ്ക്ക് വയ്ക്കാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ എല്ലാവർക്കും ക്ഷേത്രത്തിൽ പോകാനും എല്ലാ കാര്യങ്ങൾക്കും അവകാശമുണ്ട്. തോമസ് ഐസക് വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനെ കുറിച്ച് 1032 കോടി രൂപയുടെ അഴിമതി ഉണ്ടായപ്പോൾ അന്നത്തെ ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർ പ്രതിയായി. അവരോട് നിങ്ങൾ ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു മുഖ്യമന്ത്രി അറിയാതെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. കാര്യം മനസ്സിലായല്ലോ. അതുപോലെ തന്നെ മസാല ബോണ്ടിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രി ചെയർമാനായ കിഫ്ബി ബോർഡിനാണ് ഉത്തരവാദിത്തം, ഞാൻ അതിൽ ഒരാൾ മാത്രമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതിന്റെയൊക്കെ പുറകെ ആരാണ്? ഈ ലണ്ടനിൽ മണിയടിക്കാൻ പോയതിന്റെയൊക്കെ പുറകിലുള്ള ചേരോ വികാരം എന്താണെന്ന് പുറത്തു വരട്ടെ, അന്വേഷിക്കല്ലേ.